ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാകുമെന്നതിൽ സംശയമില്ല. യൂറോപ്യൻ രാജ്യങ്ങളെ പോലെയല്ല ഇന്ത്യ. കാരണം ഇന്ത്യ ഞങ്ങൾ പറയുന്നത് കേൾക്കും, എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ അങ്ങനെ കേൾക്കുകയില്ല. മാത്രമല്ല, ഞങ്ങളുടെ ഉഭയകക്ഷി ബന്ധത്തിൽ ഇടപെടാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നാണിപ്പോൾ വ്യക്തമായ ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് റഷ്യൻ വക്താവായ ദിമിത്രി പെസ്കോവ് രംഗത്ത് വന്നിരിക്കുന്നത്. പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള വ്യാപാര രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ഇരു രാജ്യങ്ങൾക്കുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ അതിൽ ഇടപെടാൻ മറ്റാരെയും അനുവദിക്കില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇന്ത്യക്കുമേൽ ടാരിഫ് ചുമത്തിയ അമേരിക്കയുടെ നടപടി ആ രാജ്യം തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് മാത്രം പ്രശ്നമാണ്. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധവും വ്യാപാരവും എങ്ങനെ തന്നെ വർദ്ധിപ്പിക്കണം എന്നതാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. അതിൽ ഇടപെടാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. അത് തീർച്ചയായും ചർച്ചയാകുമെന്ന് തന്നെയാണിപ്പോൾ റഷ്യൻ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. എണ്ണ വിൽക്കുവാനുള്ള തങ്ങളുടെ അവകാശം ഉറപ്പാക്കുന്നതിനും എണ്ണ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ എണ്ണ വാങ്ങുവാനുള്ള അവകാശം ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ സാധ്യതകളും തേടുകയാണ്. ഈ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ തങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇപ്പോൾ പെസ്കോവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഒരേപോലെ തന്നെ ഗുണം ചെയ്യുന്ന രീതിയിൽ ഉഭയകക്ഷി വ്യാപാരം പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇരു രാജ്യങ്ങൾക്കും മാത്രം നേട്ടമാകുന്ന വ്യാപാരങ്ങൾ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൽ നിന്ന് സുരക്ഷിതമാവണം. ഇന്ത്യ ദേശീയ താൽപര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനാൽ തന്നെ എക്കാലവും പരമാധികാരം പുലർത്തുന്ന രാജ്യം തന്നെയാണ്. ആ സവിശേഷതയെ റഷ്യ ആദരവോടെ തന്നെ കാണുന്നതായും രാജ്യത്തിന്റെ പരമാധികാരത്തിന് റഷ്യയെ സംബന്ധിച്ചും ഗൗരവകരമായ ചില വിഷയങ്ങൾ ഉണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ദേശീയ താൽപര്യത്തിൽ മറ്റാരും തന്നെ ഇടപെടുന്നത് റഷ്യയ്ക്കും അനുവദിക്കാനാവില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത ദിവസം, അതായത് ഡിസംബർ 4-ാം തീയതി, അതായത് നാളെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി എത്തുന്ന അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനിടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തന്നെ കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുടിന് വിരുന്നൊരുക്കുകയും ചെയ്യും. പുടിന്റെ ഇത്തവണത്തെ വരവിൽ ഇന്ത്യക്ക് ഏറെ ഗുണകരമാകുന്ന പ്രതിരോധ ഇടപാടുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഫൈറ്റർ ഇന്ത്യയുടെ Su-57 സ്വന്തമാക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്നും റഷ്യ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ പുടിൻ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിനിടെ തന്നെ റഷ്യൻ നിർമ്മിത S-400 ഇന്ത്യക്ക് ഏറെ ഗുണകരമായിരുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. 2018 $5.43 ബില്യൺ പ്രതിരോധ കരാറുകൾ അനുസരിച്ച് 5 റെജിമെന്റുകളിലാണ് ഇന്ത്യ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം സ്വന്തമാക്കിയത്. ഇന്ത്യക്ക് അതിലും മികച്ച ആയുധം നൽകാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ. S-400 ശേഷം അടുത്ത തലമുറ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് S-500. എന്നാൽ പുതുക്കിയ പതിപ്പേയല്ല S-500. യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ തകർക്കുന്നവയാണ് S-400. ഇവയ്ക്കെല്ലാം പുറമെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങൾ വരെ തകർക്കാൻ S-500 കഴിയുമെന്നതാണ് ഇതിലെ മറ്റൊരു സവിശേഷതയായി എടുത്തു പറയേണ്ട കാര്യം. ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്.